കറവപ്പണിക്കാരൻ അപ്പൻ നിറച്ചളന്ന് അമർത്തിക്കുലിക്കൊന്നും ദൈവത്തിന് കൊടുക്കാൻ പാകത്തിനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് അപ്പൻ ഭൂമിയിലില്ലാത്തത് കൊണ്ടാണ് അപ്പനെ കുറിച്ച് പറയണേ. പട്ടം കിട്ടി 6-ാം മാസത്തില് അപ്പനെ തമ്പുരാൻ കൊണ്ടുപോയി. 5 മക്കളുടെയും ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് മക്കളെ കൈപിടിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അപ്പന്റെ ദൗത്യം പൂർത്തിയാക്കി. കർത്താവ് പറഞ്ഞു പോളെ എന്ന് പറഞ്ഞു. 2010 ഡിസംബർ 30-ാം തീയതി ഈ അച്ഛന് പട്ടം കിട്ടി അതേ ദിവസം തന്നെ, നെൽസൺ അച്ഛന് പട്ടം കിട്ടി അതേ ദിവസം തന്നെ ഇരിങ്ങാലക്കുട രൂപതയിൽ ഞാനും പട്ടം മേടിച്ചു. അതേ സമയത്ത് തന്നെ ഞാനും പട്ടം മേടിച്ചു. മാർച്ച് മാസം പകുതിയോടുകൂടിയിട്ട് അപ്പൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് 6-7 ബ്ലോക്കുകളോട് കൂടിയിട്ട് രാത്രി കുഴഞ്ഞു വീഴുന്നിടത്ത് നിന്ന് ഒരു മനുഷ്യനും അയൽവക്കക്കാർ പോലും എടുത്തുകൊണ്ടുപോകുവാനില്ലാതെ നെഞ്ചുപൊട്ടുന്ന വേദനയോടെ വെളുപ്പിന് 3 മണിക്ക്, അതിനു മുമ്പൊക്കെ വിളിച്ചിട്ടുണ്ടാവും, ഞാൻ 3 മണിക്ക് അറിഞ്ഞുള്ളൂ, മോനെ ഓടിവാടാ, ആരുമില്ല അപ്പനെ കൊണ്ടുപോകുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ മറ്റാരുമില്ലാതെ അവിടെ നിന്ന് ഈ അപ്പനെയും താങ്ങിപ്പിടിച്ചു കൊണ്ടുപോകാൻ ചാലക്കുടിയിൽ നിന്ന് 18 കിലോമീറ്റർ ദൂരെയുള്ള എന്റെ പള്ളിയിലേക്ക് രാത്രിയിൽ എന്റെ ബൈക്കുമെടുത്ത് ചീറിപ്പാഞ്ഞുകൊണ്ട് 15 മിനിറ്റ് കൊണ്ട് ഈ പറഞ്ഞ 18 ദൂരം ഓടിത്തീർത്ത് ഞാൻ അവിടെ എത്തി. അവിടെ നിന്ന് അപ്പനെയും എടുത്തുകൊണ്ട് ആശുപത്രിയിൽ നിന്നും അവിടെ നിന്ന് വലിയ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് തൃശ്ശൂർക്കുള്ള ആശുപത്രിയിലേക്കും മണിക്കൂറുകൾക്കടക്കം കൊണ്ടുപോകുവാനും അതിന്റെ ആയുസ്സിന് 3 മാസക്കാലം അവിടെ വൈദ്യം നിശ്ചയിച്ചു. 6 മാസത്തിൽ കൂടുതൽ അപ്പനുണ്ടാകില്ല കേട്ടോ. 6 മാസത്തിൽ കൂടുതൽ അപ്പനുണ്ടാകില്ല കേട്ടോ. 5-8 ബ്ലോക്കുകളെ തടഞ്ഞു നിർത്താൻ പാകത്തിനുള്ള ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി അപ്പനില്ലാണ്ട് പോയി. അപ്പന്റെ കിഡ്നി രണ്ടും ഫെയിലിയർ ആയിപ്പോയി. കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്ന തലച്ചോറിലേക്ക് നമ്മുടെ ഈ തള്ളവിരലിന്റെ കനത്തില് 2 സൈഡിൽ കൂടെ ഒരു കുഴൽ പോകുന്നുണ്ട്. ഈ കുഴലുകൾ മുഴുവൻ വർഷങ്ങളായിട്ടുള്ള അപ്പന്റെ കഠിനാധ്വാനത്തിനിടയില് ബ്ലോക്കായി 90% മടഞ്ഞു തീർന്ന രക്തക്കുഴലിൽ കൂടെയുള്ള ആകെ കൂടിയുള്ള സ്പന്ദനം മാത്രം തലച്ചോറിലേക്കുള്ള രക്തോട്ടം. എന്നിട്ട് വൈദ്യൻ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സാധിച്ചു? ഇത്രയും മാത്രം ബ്ലോക്ക് ഉണ്ടായിട്ടും ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുന്ന അവസ്ഥയിൽ കഴിഞ്ഞ രാത്രി വരെ നടക്കാൻ? ഇത്രയും കാലം ജീവിച്ചിരുന്നതൊക്കെ അത്ഭുതമായി തന്നെ അവശേഷിക്കുന്നു. ഇനിയുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. നെഫ്രോളജി വിഭാഗം ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആകെ കൂടി 10% ഉള്ളുന്നുണ്ടെങ്കിൽ നമുക്കങ്ങ് കിഡ്നി ഡയാലിസിസ് ചെയ്തു നോക്കാം, ചിലപ്പോൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. അങ്ങനെ ഡയാലിസിസിന് കയറ്റി 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പുറത്തിറങ്ങി 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കർത്താവും കൊണ്ടുപോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പൊന്നു തമ്പുരാനെ, ആകുന്നിടത്തോളം കാലം ഓടിത്തീർത്ത് എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഓടിത്തീർത്ത ജീവിതം കിടന്ന് നരകിച്ചു മറ്റുള്ളവർക്ക് മുമ്പില് എടുക്കാ ചുമടായിട്ട് മാറാതിരിക്കാൻ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് ഡെയിലി പ്രാർത്ഥിക്കുന്നത് കേട്ടുവളർന്നിട്ടുള്ള ഒരച്ഛനാണ് ഞാൻ. കുടുംബ പ്രാർത്ഥന 1/2 മണിക്കൂർ കഴിഞ്ഞാൽ അപ്പന്റെ പേഴ്സണൽ പ്രയർ 15 മിനിറ്റ് ദൈർഘ്യം നീളും. മുട്ടിൽ നിന്ന് 24 ആണികൾ 2 കാലുമേയും ഉണ്ട്. ചാണത്തിൽ ചവിട്ടി നടക്കുന്ന കാരണം കൊണ്ടായിരിക്കാം. 24 ആണികൾ 2 കാലുമേയും കൂടി ഉണ്ടായിട്ട് ധ്യാനം കൂടാൻ പോയൊരു തവണ അത് 9 കുറഞ്ഞു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെയും കൂടി. അങ്ങനെ 17 ആണി നിൽക്കുന്ന അവസരത്തിലും ഈ അപ്പൻ മുട്ടിന്മേൽ നിന്നുകൊണ്ട്, നിത്യസഹായ മാതാവേ, എന്റെ അമ്മേ, 4 വരെ പോലെ അല്ലെങ്കിൽ 20 വരെ പോലെ ജീവിക്കാൻ കൃപ തരണമേ. എന്റെ ഭാര്യ റോസിക്ക് ഞാൻ കടന്നു പോകുന്നതിനേക്കാൾ മുമ്പ് നീ വിളിക്കുകയാണെങ്കിൽ അതിന് എനിക്ക് താങ്ങു നിൽക്കാൻ, എനിക്ക് കരുത്ത് ലഭിക്കാനുള്ള കൃപ തരണമേ. എന്റെ മക്കള് അവരവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ സ്തുതിച്ചു പാടാൻ നിന്റെ മുമ്പിലേക്ക് അവരെ ഞാൻ സമർപ്പിക്കുന്നു. അൽഫോൻസ പഠിക്കുമ്പോൾ അവൾക്ക് പഠിച്ച് ഏറ്റവും നന്നായി ജോലി ചെയ്ത് അവളിലൂടെ ഞങ്ങളുടെ കുടുംബം സംരക്ഷിക്കപ്പെടാൻ, എന്റെ മേരിമോള് പഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ നീർച്ചാലായിട്ട് അവളും മുതിർന്നവളും കൂടിയിട്ട് താഴെയുള്ള മക്കളെ പഠിപ്പിച്ച് വലുതാക്കാൻ ഈ കറവക്കാരനെ കൊണ്ട് ഒന്നിനും പറ്റില്ല കർത്താവെ. അവരെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ഉത്തമ കുടുംബനാഥന്മാരെ പോലെ എന്നോട് പക്ഷം ചേർന്ന് നിൽക്കുന്ന നല്ല മക്കളാകാൻ എന്റെ ലിസിമോളിനെ കാത്തു സൂക്ഷിക്കണമേ. എന്റെ ലിസിമോളിനെ പഠിപ്പിച്ചുയർത്തണമേ. എന്റെ സിലുമോളിനെ അവൾക്ക് നീ ഒരുക്കിയിട്ടുള്ള ജീവിത വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ പാകത്തിന് രൂപപ്പെടുത്തണമേ. ആകെ കൂടി എരന്ന് നിന്റെ മുമ്പിൽ കയ്യവും കാലും നീട്ടിയിട്ട് നിറഞ്ഞ മനസ്സോടെ ഒരുപാട് കണ്ണീരോടെ 2 മക്കൾ കഴിഞ്ഞപ്പോ തുടങ്ങി നിന്റെ മുമ്പിൽ നെടുവീർപ്പിട്ട് നെഞ്ചത്തറച്ച് കരഞ്ഞിട്ട് തന്നതല്ലേ എന്റെ ജോണി മോൻ
മോനെ, കർത്താവെ നിന്റെ തിരുമുമ്പിൽ ചേർത്ത് പിടിച്ച് അവനെ വഴി നടത്തണമേ എന്ന് ഡെയിലി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പന്റെ പ്രാർത്ഥനകള് കേട്ട് 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 പഠിച്ചു വളർന്നിട്ടുള്ളതാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഈ തിരുമുമ്പിലേക്കുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥനകളുടെ ഉത്തരമാകാം ഒരുപക്ഷെ ഞാനിവിടെ നിൽക്കുന്നത്. തമ്പുരാനോട് ചോദിച്ചാല് അവിടുന്ന് ഉത്തരം തരും. തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിയിട്ട് നമുക്ക് വീണ്ടും ആരംഭിക്കാം. കുറച്ചു കഴിഞ്ഞ് നമ്മുടെ അടുത്ത സെക്ഷനിൽ വീണ്ടും തുടരാം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് പറയുന്ന തിരുവചനം ജീവിതത്തിൽ അന്വർത്ഥമാകുന്നത് എപ്രകാരമാണ് എന്ന് എന്റെ അപ്പൻ കാണിച്ചു തന്നത്. ലഭിക്കുവോളം ചോദിച്ചുകൊണ്ട്, കണ്ടെത്തുവോളം അന്വേഷിച്ചുകൊണ്ട്, തുറന്നു കിട്ടുവോളം തമ്പുരാന്റെ മുമ്പിൽ മുട്ടി 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 ചോദിച്ചുകൊണ്ട്. ഒരു നിമിഷം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അമ്പലത്തിലേക്കും മന്ത്രവാദികളുടെ അടുത്തേക്കും കൂടോത്രങ്ങളിലേക്കും ഓടിപ്പോകുന്ന ഒരു ജീവിതശൈലി അല്ല എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചത്. കിട്ടാത്തതിനെ പ്രതി കർത്താവിനെ പരദൂഷണം പറയുകയും കർത്താവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു അപ്പനെയല്ല ഞാൻ പഠിച്ചത്. പഠിക്കേണ്ടതും പഠിച്ചതും മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ കൈമാറേണ്ടതും ഈ ജീവിത മൂല്യമാകട്ടെ. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാൻ പാകത്തിന്, നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങളെ തിരിച്ചറിയാൻ പാകത്തിന് നിങ്ങൾക്ക് ഉണർവും ഉയരും ഉണ്ടാകാൻ ഇനിയുള്ള കാലം നമുക്ക് അധ്വാനിക്കാം.